അസുഖം വന്ന് 50,000 1,00,000 2 ലക്ഷം രൂപയും മുടക്കി അസുഖം മരുന്ന് കഴിച്ച് അസുഖത്തിന് ഭേദമാകാതിരിക്കുന്ന അസുഖങ്ങൾ വെറും 2,000-3,000 കൊടുത്ത് ഈ അസുഖം വരാതെ തടുക്കാൻ കഴിയും എന്നുള്ള ഔഷധങ്ങൾ ഇതിൽ 100% ഉണ്ട്. അതിലേതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അങ്ങനെ ഔഷധ ഗുണമുള്ള ഡോക്ടറെ സമീപിക്കാതെ ഡോക്ടറെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് 450 രൂപ, പിന്നെ ഡോക്ടർ ഫീസ് ഒരു രജിസ്ട്രേഷൻ ഫീസ് 50 രൂപ, പിന്നെ അല്ലാതെ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ 20 രൂപ 500 രൂപ ഇല്ലാതെ ഡോക്ടർ കൺസൾട്ടിങ് ടൈം എടുക്കാൻ ഫീസ് എടുക്കാൻ കൺസൾട്ടിങ് എടുക്കാൻ കഴിയില്ല. കൊട്ടാരക്കര നെല്ലിക്കുന്നം സ്വദേശിയാണ്, വലിയ യൂട്യൂബറാണ്, വലിയൊരു ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബറാണ് ബെഞ്ചി ജോസ് മാമിന് വലിയൊരു കൈഡി കൊടുക്കാം. ഒരു വലിയൊരു കൈഡി കൊടുക്കാം. അപ്പം ഞങ്ങൾ അടുത്ത പൊന്നാടയ്ക്ക് വേണ്ടി തിരുവല്ലയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളുടെ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാർട്ടിയും കൂടെ വരാനുണ്ട്. അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. 10 മണിക്ക് ഞങ്ങൾ അങ്ങ് ചെല്ലത്തക്കോണമാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇന്നാൾ ഉള്ള പ്രോഗ്രാം എല്ലാവരും കണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്യ 2 എന്നും പറഞ്ഞുകൊണ്ട് സെക്കൻഡ് പ്രോഗ്രാമാണ്. അടുത്ത പ്രോഗ്രാം മിക്കവാറും കൊട്ടാരക്കര അടൂരമായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ എല്ലാവർക്കും മനസ്സിലായി കാണും രണ്ടാമതും പൊന്നാട കിട്ടിയ കാര്യം. ഞാൻ സ്റ്റാറ്റസിൽ ഫോട്ടോ ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു പെൻസി ഇതിൻ്റെ വീഡിയോ ഇടണമെന്ന്. പക്ഷേ ഞാൻ വിശദമായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം ജസ്റ്റ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കിടണം അത്രമാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്രാവശ്യം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്നോടൊപ്പം തന്നെ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ഫാമിലിയും ഉണ്ട്. എന്നോട് പലരും മെസ്സേജിൽ കൂടി ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ബിസിനസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ താല്പര്യം കാണിക്കും, ഇതുപോലെ ചെയ്യണമെന്ന് പറയും, ചിലർ പിന്നാവട്ടെ എന്ന് പറയും. അതെല്ലാം അവരവരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ എന്നോടൊപ്പം ഈ ബിസിനസ്സിൽ ചേർന്നതാണ് നാൻസിയും ഫാമിലി. നാൻസി എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ട്രിവാൻഡ്രത്ത് ഒരു വീട്ടിൽ പോയില്ലേ. അപ്പോൾ അന്ന് ഞങ്ങൾ പ്രോഡക്റ്റ് എടുക്കാൻ പോയ വഴി അവിടെ കയറിയതായിരുന്നു. അതൊരു സൗഹൃദം എന്നുള്ള രീതിയിൽ കയറിയിട്ട് വന്നു. ഞാൻ ഈ പ്രോഡക്റ്റുകൾ എടുത്ത് ഇങ്ങനെ സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഓർഡർ തന്നത് നാൻസി ആയിരുന്നു കേട്ടോ. അതെനിക്ക് ഒരു അതിശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് ഒരാൾ ഓർഡർ തരുന്നു, വീണ്ടും നാൻസി ഓർഡർ ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പം ഞങ്ങളോടൊപ്പം ചെയ്ത് ഇപ്പം ഞങ്ങളൊരു ഫാമിലിയുടെ കൂട്ടാണ്. അവരുടെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അതിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് തിരുവല്ലയിലേക്ക് പോയി. നാൻസി ജോയിൻ ചെയ്തേ ഉള്ളെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബറും ഇതിൽ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഒത്തിരി പേരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഒത്തിരി ദൂരത്തുള്ളവരാണ് കേട്ടോ. അപ്പോൾ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അങ്ങനെ ചെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അല്ലെങ്കിൽ ഫോണിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആരും നമ്മുടെ കയ്യിൽ കൊണ്ടുതരില്ല. നമ്മളൊന്ന് തുനിഞ്ഞിറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലൊരു 5 രൂപയെങ്കിലും കിട്ടത്തുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മളിപ്പോൾ ഓഫീസ് ജോലിക്കായിട്ട് പോവുകയാണെങ്കിലും അതിൻ്റെ പുറകിലും നമുക്ക് അധ്വാനമുണ്ട്. നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാലും അതിൻ്റെ പുറകിലും അധ്വാനമുണ്ട്. നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ വിളിക്കുന്ന പലർക്കും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊരു സംശയം എന്താണെന്നറിയാം. അവർ പറയുന്നത് ബെൻസിക്ക് യൂട്യൂബ് കോണ്ടാക്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ പറ്റും, ഞങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന്. നിങ്ങൾ ഈ സ്റ്റേജിൽ കാണുന്ന ആർക്കും യൂട്യൂബ് ചാനൽ ഇല്ല. എനിക്ക് മാത്രമേ ഉള്ളൂ യൂട്യൂബ് ചാനൽ. ഇവരെല്ലാം വീട്ടമ്മമാരും ജോലിക്കാരും ഉദ്യോഗസ്ഥരും പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നവരും ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ എന്നേക്കാൾ കൂടുതൽ ഉയർച്ചയിലെത്തിയവരും വിജയം കൈവരിച്ചവരുമാണ് ഇവരൊക്കെ. ഇതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഡിഗ്രി സ്റ്റുഡൻസ് ഉണ്ട്, പുറം ലോകം കണ്ടിട്ടില്ലാത്ത വീട്ടമ്മമാരുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, അല്ലാതെ ബിസിനസ് നടത്തുന്നവരുണ്ട്, ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. എഞ്ചിനീയേഴ്സ്മാരെന്ന് പറയുമ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ MBA പാസ്സായിട്ട് ഇറങ്ങിയവർ, ഇവരെല്ലാം ഇതിൽ വർക്ക് ചെയ്യുന്ന. ആർക്കും യൂട്യൂബ് ചാനലൊന്നും ഇല്ല. ബിസിനസ്സിൽ പ്രായം ഒരു പ്രശ്നമേ അല്ലെന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മെലിസ ആൻറ്റി. എനിക്ക് തോന്നുന്നു 72 വയസ്സാണെന്ന്.
അപ്പോൾ ഈ പ്രോഗ്രാം 25-ാം തീയതി ആയിരുന്നു. മെലിസാൻഡിയുടെ ബർത്ത്ഡേ 28-ാം തീയതിയാണ്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഒരു സർപ്രൈസ് കൊടുത്തതാണ് എല്ലാവരും കൂടി. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമും തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ വെച്ച് തന്നെയായിരുന്നു. അടുത്ത മാസത്തെ പ്രോഗ്രാം കൊട്ടാരക്കര വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡിസംബർ വരെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം എന്താണെന്നറിയില്ല. ഞാൻ ഇതിൻ്റെ ഡീലർഷിപ്പ് എടുക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നും കൂടുതലൊന്നും ഞാൻ തിരക്കിയിട്ടുമില്ല. എനിക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്നു, അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നു, അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നു. 100% 1000% നമുക്ക് വിശ്വസിക്കാവുന്നതും റിസൾട്ട് കിട്ടുന്നതുമായ പ്രോഡക്റ്റുകളാണ്. ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പ്രോഡക്റ്റാണ്. മറ്റുള്ളവർക്ക് ഗുണം കിട്ടും, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യാൻ തുടങ്ങിയതും. ഒരിക്കലും പുരസ്കാരങ്ങൾ കിട്ടുമെന്നോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നോ ഒന്നും ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ല. അതിനുവേണ്ടിയിട്ട് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുമില്ല. ഇതൊക്കെ ഇങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ. ആകസ്മികമായിട്ട് വന്നു പോകുന്നതാണ് ഇതൊക്കെ ലൈഫിൽ. ഇതൊരു ആയുർവേദ ഡോക്ടറാണ്. 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. കൂടാതെ അനേകം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഈ അടുത്തിടെ ബിസിനസ്സിൽ വന്ന ഡോക്ടറാണ്. അദ്ദേഹം കുറേ സമയമെടുത്ത് ഓരോ പ്രോഡക്റ്റുകളുടെ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടെ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമുക്ക് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന പ്രോഡക്റ്റാണ്, ധൈര്യമായിട്ട് എല്ലാവരും യൂസ് ചെയ്യണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു പ്രസംഗമാണ്. ആയുർവേദ പ്രോഡക്റ്റുകളായതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് രോഗം വരുമ്പോൾ മാത്രമല്ല, രോഗം വരാതിരിക്കാനും നമ്മൾക്ക് സാധാരണക്കാർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് ഇതിനകത്ത് എല്ലാം. സാധനം വാങ്ങിക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് കുറേ കുട്ടികളുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന കുറേ റിപ്രസെൻറ്റേറ്റീവ്സും മറ്റുള്ള ഡോക്ടേഴ്സും മറ്റുള്ള ആൾക്കാരും ഉണ്ട്, പേഷ്യൻ്റ് ഉൾപ്പെടെ. അവരെ ഒന്ന് വിളിച്ചു കൂട്ടാം. അവരെ ആരെങ്കിലും വന്ന് സംസാരിക്കുമോ? എനിക്ക് ഈ ബിസിനസ് പറ്റി സംസാരിക്കാൻ അറിയില്ല. ഇതിനെ ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ പറ്റിയോ ലോസെ പറ്റിയോ സംസാരിക്കാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും വന്ന് സംസാരിക്കുമോ ചോദിച്ചു. അത് ഒരാഴ്ച ഒരു 3 ദിവസത്തിനകത്ത് പുറകെ പറഞ്ഞു. ചാൾസ് സാറാണ് വരുന്നത്. അദ്ദേഹം ചാൾസ് സാർ ആരാണെന്നും എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചു. അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടറായിട്ടിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടു. ഞാൻ അദ്ദേഹത്തിനെ പറ്റി വിലയിരുത്തിയത്, ഈ മഹാമാരി കാലത്ത് ഇത്ര പ്രഗത്ഭനായ രീതിയിൽ ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ച് അവരെല്ലാവരെയും ഓരോ റാങ്കിൽ കൊണ്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു കപ്പൽ, ആ കപ്പലിൽ സാറെന്ന് വിളിച്ച് അദ്ദേഹത്തെ ഞാൻ ചെയ്യുന്നില്ല. അദ്ദേഹം ഉത്തമനായ ഒരു ക്യാപ്റ്റൻ. ഏത് കൊടുങ്കാറ്റിലും ശരിയായ രീതിയിൽ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന, ആ കപ്പലിനെ ഏത് ഛേദവും വരാത്ത രീതിയിൽ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന, ഒരു ലക്ഷ്യത്തിൽ താൻ വേണ്ടി കഴിയുന്ന പ്രയത്നിക്കൊരു മഹാൻ, ആ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നാമത്തിൽ ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ആ അദ്ദേഹത്തിൻ്റെ സംസാരം എന്നെ അധികം സ്വാധീനം ചെയ്തു. ഞാൻ മറ്റോടും പറഞ്ഞു, ഈ വെൽനസ് പ്രോഡക്റ്റ് ഏകദേശം എൻ്റെ ഈ അനുഭവത്തിൽ ഒരു 2000-3000 പേർക്കെങ്കിലും ഞാൻ സൗജന്യമായിട്ട് മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ക്യാമ്പ് വെച്ചിട്ട്, അതായത് റെപ്രസെൻറ്റേറ്റീവ്സ് ഒരുപാട് ആൾക്കാർ വരും. അവിടെ നിന്നെല്ലാം സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വില്ലേജിൽ പോകും. ഈ കുറച്ച് വില്ലേജിൽ മരുന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത ആൾക്കാരെ സ്വാധീനിക്കും. ഒരു ക്യാമ്പ് കൂടെ ആൾക്കാർ ഓർഗനൈസ് ചെയ്യും. അവർ വരും. അവരുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്തും ഔഷധം വാങ്ങിക്കാൻ കഴിയില്ല. പക്ഷെ അവർക്ക് വന്നിരിക്കുന്ന അസുഖങ്ങൾ ഭയാനകമാണ്. ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. ഫൈറ്റ് സ്ട്രെസ്. ഇന്നൊരു കൊച്ചു കുഞ്ഞെടുത്താലും അതിനുമുണ്ട് സ്ട്രെസ്. 90 വയസ്സായ ആളിനും ഉണ്ട് സ്ട്രെസ്. 107 വയസ്സിൽ മരിക്കുന്ന എൻ്റെ അച്ഛന് സ്ട്രെസ് ഉണ്ടായിരുന്നു. ആ സ്ട്രെസ്സിനെ എങ്ങനെ അകറ്റാം? ആ സ്ട്രെസ്സിൽ എങ്ങനെ അകറ്റായി കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന പല വ്യാധികളെയും അകറ്റാൻ കഴിയും. അതിനുള്ള ഉത്തമമായ ഔഷധങ്ങൾ നമ്മുടെ ഈ വെൽനസ് പ്രോഡക്റ്റിൽ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞു. അതിന് ഉദാഹരണങ്ങളാണ് ഈ കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്ന പീരീഡ് സമയത്തുണ്ടാകുന്ന വേദന. ഒരുപാട് ആൾക്കാർ അന്ന് അവസ്ഥപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും പറ്റിയ പ്രോഡക്റ്റ് ഈ വെൽനസ് പ്രോഡക്റ്റിലുണ്ട്. സ്ട്രെസ്സിനുണ്ട്. ന്യൂറോയും സൈക്കോയ്ക്കുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ നമ്മുടെ വെൽനസ് പ്രോഡക്റ്റിലുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അസുഖം വന്ന് 50,000 1,00,000 2,00,000 മുടക്കി മരുന്ന് കഴിച്ച് അസുഖത്തിന് ഭേദമാകാതിരിക്കുന്ന അസുഖങ്ങൾ വെറും 2,000 3,000 കൊടുത്ത്
ഈ അസുഖം വരാതെ തടുക്കാൻ കഴിയും എന്നുള്ള ഔഷധങ്ങൾ ഇതിൽ 100% ഉണ്ട്. അതിലേതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഇപ്പം നോ വേദന എന്നുള്ളൊരു ജെല്ലും ഉണ്ട്, ക്യാപ്സ്യൂളും ഉണ്ട്. അതിൽ ചേർന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ബോസ്ബെല്ല സെറോട്ട് അല്ലേ സാറേ, സല്ലതി. ചുരുക്കം പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനമാണ് ബോസ്ബെല്ല സെറോട്ട്. കുന്തിരിക്കല്ല അറിയില്ലേ? കുന്തിരിക്കം എന്നുള്ള പ്രോഡക്റ്റിനെ ഹൈ തിന്നുനാക്കി നല്ല ഒരു പ്യൂരിഫൈ ചെയ്ത് അതിനെയാണ് ഔഷധ രീതിയിലാക്കി മരുന്നാക്കി മാറ്റി. അതിൽ ഈ കൊളസ്ട്രോളിനെയും LDL, HDL, അതേപോലെ ECR അതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള ഉത്തമമായ ഒരു ഔഷധമാണ് നോ വേദന. അതേപോലെ എക്സ്റ്റേണലായിട്ടും ഇന്റേണലായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രോഡക്റ്റ് അതിലുണ്ട്. അപ്പം മുട്ടുവേദന വന്ന് മുട്ട് സഹിക്കാൻ വയ്യാതെ അത് മാറി, അതേപോലെ തന്നെ ആ ഔഷധം നമുക്ക് എല്ല് തേയ്മാനം വരാതെ സൂക്ഷിക്കാനുള്ള ഏറ്റവും ഉത്തമമായ ഔഷധമാണ്. അത് വന്നിട്ട് ഈ മുട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ മരുന്ന് കമ്പനികളും ഹോസ്പിറ്റൽസ് ഡോക്ടേഴ്സും മുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു 3 മാസം മാറ്റി കഴിഞ്ഞാൽ 3 മാസം ഇല്ലെങ്കിൽ 6 മാസം തുടർച്ചയായും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം തീരുമാനം വരില്ല. എല്ലാവരും ഞാൻ വളരെയധികം മായി നിൽക്കുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളല്ല, നിങ്ങൾ ദേഷ്യപ്പെട്ടത് ഞങ്ങൾ കുഞ്ഞുങ്ങളല്ല എന്നുള്ളത്. എൻ്റെ പ്രായത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. അതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇനി വരുന്ന കാലം അസുഖങ്ങൾ വരാതെ, ഡോക്ടറെ അടുത്ത് പോകാതെ, മരുന്ന് കഴിക്കാതെ നല്ലൊരു യുവജനത്തെ തലമുറയെ എങ്ങനെ വളർത്തിയെടുത്ത് കൊണ്ടുവരാം എന്ന് നമ്മളെല്ലാവരെയും പഠിപ്പിക്കുകയും നമുക്ക് ഡോക്ടറെ കാണാതെ മെഡിക്കൽ സ്റ്റോറിൽ പോകാതെ നമ്മുടെ വീട്ടുപടിക്കൽ ഈ ഓരോരുത്തരും കൊണ്ടുവരുന്നതായ ഈ ഔഷധം നമുക്ക് കൈകെട്ടി വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം, ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മൈ ലൈഫ്. ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സും കൂടുമ്പോൾ ഉടനെ വയറിരിച്ചിലാകുമ്പോൾ നമ്മുടെ വയറ്റത്തൊരു ഫാക്ടറി ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പത്തി ചെയ്യുന്ന ഒരു ഫാക്ടറി. അതിൽ ജോലിക്കാരൊന്നും വേണ്ട, നമ്മൾ തന്നെയാണ് നമ്മൾ ജോലി വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിൽ ഓണറും നമ്മൾ തന്നെയാണ്, പേഷ്യൻറ്റും നമ്മൾ തന്നെയാണ്, വർക്കറും നമ്മൾ തന്നെയാണ്. പക്ഷേ അതിന് നമ്മൾ അല്പം ഒന്ന് സ്ട്രെസ് കൊടുക്കുമ്പോൾ ഇവിടുന്ന് അസിഡിറ്റി അധികം ഉത്പത്തിയാകുന്ന ആ അസിഡിറ്റി തലവേദന വരാം, കഴുത്ത് വേദന വരാം, കണ്ണുവേദന വരാം, കാത് വേദന വരാം, ഉദരവേദന വരാം, പുളിച്ചെരുപ്പൂട്ടം വരാം, അസിഡിറ്റി വരാം, മലബന്ധം വരാം. പെൺകുട്ടികൾക്ക് ഈ മാസം വരുന്ന സമയത്തും ബ്ലീഡിങ് കറക്റ്റ് ആകാത്തതിൽ വയറ്റുവേദന, അസഹ്യമായ വയറ്റുവേദന വരാം. ഇതൊക്കെ തരണം ചെയ്യുവാണ്. ഇതെല്ലാം വന്നിട്ട് സ്ട്രെസ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പം സ്ട്രെസ് ഉണ്ട് എന്ന് 3 വയസ്സായ കുട്ടിക്കും അത് മൊബൈൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൽ പറയുന്ന ഒരു പാട്ട് അതിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ദേഷ്യം വന്ന് പോകണം ക്രിയാണ്. അതിനുകൊണ്ട് സ്ട്രെസ്. അങ്ങനെ ഔഷധ ഗുണമുള്ള ഡോക്ടറെ സമീപിക്കാതെ, ഡോക്ടറെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് 450 രൂപ, പിന്നെ ഡോക്ടർ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് 50 രൂപ, പിന്നെ അല്ലാതെ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ 500 രൂപ ഇല്ലാതെ ഡോക്ടർ കൺസൾട്ടിങ് ടൈം എടുക്കാൻ, ഫീസ് എടുക്കാൻ, കൺസൾട്ടിങ് എടുക്കാൻ കഴിയില്ല. പിന്നെ മരുന്നിൻ്റെ ഫീസ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ അറിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്കത് പഠിക്കാൻ കുറേ ഉണ്ട് അതിനകത്ത് തോന്നും. അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് നല്ല നാടൻ ലഞ്ചായിരുന്നു. ബീഫ് ഫ്രൈ, മീൻകറി, അവിയൽ, സാമ്പാർ, മോര്, തോരൻ, ഇങ്ങനെ പിന്നെ ഫ്രൂട്ട് സലാഡ്, വെജിറ്റബിൾ സാലഡ്, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു നല്ലൊരു ഊണായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഏകദേശം 5:15 ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഫ്രൂട്ട് ബേസ്ഡ് ഷോപ്പ് കണ്ടത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറുന്നത്. അത് നാൻസി പറഞ്ഞിട്ടാണ് കയറിയത് തന്നെ. നാൻസി എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് കയറിയത്? ഇങ്ങോട്ട് വന്ന വഴി ഫ്രൂട്ട് ഷോപ്പ് അല്ലേ, ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നാൻസി സെലക്ട് ചെയ്യും, ഞങ്ങൾ കഴിക്കും. ഏതായാലും നമ്മൾ രണ്ടുകൂടെ വരാൻ ഞാൻ കാര്യം അവന്മാരെ പറഞ്ഞു ഇതെന്തോ ക്ലാസ്സാന്ന്, അടി കുട്ടിയ ക്ലാസ്സാന്ന് പറഞ്ഞാൽ
അടിയില്ലാത്ത ഗ്ലാസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്ലാക്ക് ബെറി ഫ്രൂട്ട്, എന്ത് പേര് ഫുള്ള്, ഫ്രൂട്ട് ബേ, ബെറി ഫ്രൂട്ട് ബേ. അപ്പോൾ ഇതിനകത്തെല്ലാം ഫ്രഷ് ബെറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ബ്ലാക്ക് ബെറിയാണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞങ്ങളുടെ ഈ എലമെൻസിനകത്ത് 95 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതായത് ഫുൾ ബെറി പഴങ്ങളുടെ സത്താണ്, ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ് ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 9 ലക്ഷം ഒറാക്കിൾ മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ബെറി പഴങ്ങളുടെ സത്താണത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 8 മണിയായി. നാൻസിയൊന്നും ഒത്തിരി നേരം ഇരുന്നില്ല, കാരണം ടൈം കിട്ടിയില്ല, വല്ലാത്ത തിരക്കുമായിപ്പോയി. രാവിലെയും ജസ്റ്റ് ഒന്ന് കയറി ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇരുന്ന് ഉടനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി. വൈകിട്ടും അതുപോലെ ഞങ്ങളെ കൊണ്ടാക്കി. ഇവിടെ ഒരു 5 മിനിറ്റ് പോലും ഇരുന്നില്ല, പെട്ടെന്ന് പോയി. എന്തായാലും ഒരു ദിവസം ഫുൾ അവരുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും നല്ല നിമിഷങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമല്ലോ, അതുകൊണ്ട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.